ഇടുക്കി ഹൈറേഞ്ചിൽ കനത്ത മഴ. ഇടുക്കി, മൂന്നാർ, മറയൂർ മേഖലകളിൽ ഉൾപ്പെടെ മഴ തീവ്രമാണ്. ദേശീയപാത 185-ൽ കീരിത്തോട്ടിനും പനംകുട്ടിക്കുമിടയിൽ മൺതിട്ട് ഇടിഞ്ഞും മരം വീണും ഗതാഗതം തടസ്സപ്പെട്ടു. ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ആന്റണി മുനിയറ ചേരുന്നു. ആന്റണി, ജില്ലയിൽ ഇപ്പോഴും മഴ തുടരുകയാണോ? നാശനഷ്ടങ്ങൾ എന്തെങ്കിലും അവിടെ സംഭവിച്ചിട്ടുണ്ടോ? രാജശ്രീ, ഇടുക്കിയിൽ ഇന്നലെ മുതൽ മഴ വീണ്ടും ശക്തമാണ്. പ്രത്യേകിച്ച് മലയോര മേഖലയാണ് കനത്ത മഴയും കാറ്റും ഉണ്ടാകുന്നത്. കൊന്നത്തടി, വാത്തിക്കുടി, നെടുങ്കണ്ട മേഖലയിൽ രാത്രിയിലും മഴ ശക്തമായിരുന്നു. ഗ്രാമീണ റോഡുകൾ പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. കമ്പളികണ്ടം മുരിക്കാശ്ശേരി റോഡിന്റെ പല ഭാഗങ്ങളും മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ്. ഇതിനിടെ ഹൈറേഞ്ച് മേഖലയിലേക്കുള്ള അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് ശക്തി ആർജിച്ചു. കല്ലാർകുട്ടി, പൊന്മുടി, ആനിറങ്കൽ, മാട്ടുപ്പെട്ടി അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് ശക്തമാണ്. മൂന്നാർ, ചിന്നക്കനാൽ മേഖലയിൽ ഉണ്ടാകുന്ന ശക്തമായ മൂടൽ മഞ്ഞ് യാത്രാക്ലേശം ഉണ്ടാക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. രാജേശ്വരി, ഈ കനത്ത മഴ ജനജീവിതത്തെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്? തീർച്ചയായിട്ടും മഴയും കാറ്റും ജില്ലയിലെ ജനജീവിതത്തെ കാര്യമായി ബാധിച്ചു. പ്രത്യേകിച്ച് കാർഷിക മേഖലയിലെ ജോലികൾക്ക് തടസ്സം നേരിടുകയാണ്. ഏലത്തോട്ടങ്ങളിലും തേയിലത്തോട്ടങ്ങളിലും വിളവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാൻ തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടുണ്ട്. മാത്രമല്ല, ജനങ്ങളുടെ യാത്രാക്ലേശവും വർദ്ധിച്ചിട്ടുണ്ട്. ഗ്രാമീണ റോഡുകളുടെ യാത്രാക്ലേശം വലിയ തീവ്രമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. മൊത്തത്തിൽ ശക്തമായി ഇടവിട്ട് പെയ്യുന്ന മഴ ജനജീവിതത്തെ കാര്യമായി ബാധിച്ചിരിക്കുകയാണ്. രാജേഷ്, ശരി ആന്റണി മുനിയറയാണ് ഇടുക്കിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.